കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ NCC കേഡറ്റ് വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ കോർട്ട് ഓഫ് എൻക്വയറി റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ തയ്യാറാകും. ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷം കേഡറ്റ് ഫയറിംഗ് റേഞ്ചിൽ പ്രവേശിക്കാൻ അവസരം ലഭിച്ചതാണ് അപകടത്തിന് കാരണം എന്ന് അന്വേഷണത്തിൽ വ്യക്തമായെന്നാണ് സൂചന. സംഭവത്തിൽ വീഴ്ച വരുത്തിയതിന് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടിക്കും സാധ്യതയുണ്ട്. കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലെ പരിശീലന ക്യാമ്പിൽ NCC കേഡറ്റ് ധനുഷ് കൃഷ്ണ വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ ബ്രിഗേഡിയർ രജനീഷ് സിൻഹയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണം ഒരാഴ്ചക്കുള്ളിൽ പൂർത്തിയാകും. കേഡറ്റിന്റെ കയ്യിൽ നിന്ന് തന്നെ അബദ്ധത്തിൽ വെടിയുതിർന്നതാണെന്ന കണ്ടെത്തലിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെത്തിയതെന്നാണ് സൂചന. കാണാതായ വെടിയുണ്ട കണ്ടെടുക്കാതെ വീണ്ടും ഫയറിംഗ് നടത്തിയെന്നും ഫയറിംഗ് പൂർത്തിയാക്കിയ ധനുഷ് വീണ്ടും ഫയറിംഗ് റേഞ്ചിൽ പ്രവേശിച്ചുവെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഇവ രണ്ടും ചട്ടവിരുദ്ധമാണ്. ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടിക്ക് റിപ്പോർട്ട് ശുപാർശ ചെയ്യുമെന്നാണ് സൂചന. അന്വേഷണത്തിന്റെ ഭാഗമായി അപകട സമയത്ത് ക്യാമ്പിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരിൽ നിന്നും കേഡറ്റുകളിൽ നിന്നും അന്വേഷണ സംഘം മൊഴി ശേഖരിച്ചു. അതേസമയം കേഡറ്റിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകി ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ നടപടി ഒഴിവാക്കാനുള്ള നീക്കം നടക്കുന്നതായും സൂചനയുണ്ട്. റിപ്പോർട്ടർ, കോഴിക്കോട്.